നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 150 കടന്നു. ഇന്ത്യയിലെ 1000-ലധികം പേരെ കാണാതായി. ഇതിനിടയിൽ നേപ്പാളിൽ കുടുങ്ങിയ 36 മലയാളികൾ സുരക്ഷിതരാണെന്ന വിവരം ലഭിച്ചിട്ടുണ്ട്. തൃക്കരിപ്പൂർ, കാഞ്ഞങ്ങാട് സ്വദേശികൾ ഉൾപ്പെടുന്ന 36 മലയാളി സംഘമാണ് നേപ്പാളിൽ കുടുങ്ങിയത്. പ്രളയത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടവരിൽ 5 കാസർഗോഡ് സ്വദേശികളുമുണ്ട്. കാസർഗോഡ് ജില്ലയിലെ റിട്ടയർഡ് SI ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര സംഘം തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. നേപ്പാളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഇവിടെ പുറത്തു വന്നിട്ടുണ്ട്. തങ്ങൾ സുരക്ഷിതരാണെന്നും മറ്റൊരു വഴിയിലൂടെ യാത്ര തുടരുകയാണെന്നും സംഘത്തിലുള്ള റിട്ടയർഡ് SI പ്രദീപ് കുമാർ അയച്ച സന്ദേശത്തിൽ വ്യക്തമാക്കുന്നു. നിരവധി വാഹനങ്ങൾ കാഠ്മണ്ഡുവിൽ നിന്നും പോഖ്രാനിലേക്ക് പോകുന്ന വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. അതിൽ ഇന്ത്യയിലെ കേരളത്തിൽ നിന്നുള്ള ടൂറിസ്റ്റുകളും പങ്കെടുത്തിട്ടുണ്ട്. ഏകദേശം 1.5 മണിക്കൂറുമായി ഇവിടെ കിടക്കുകയാണ്. ഈ റസ്വ ജില്ലയിലുണ്ടായ ഈ ആക്സിഡന്റിൽ ഈ വെള്ളപ്പൊക്കത്തിൽ കുറേ വാഹനങ്ങൾ ഒഴിച്ചു പോയിട്ടുണ്ട്, കുറേ വീടുകൾ ഒഴിച്ചു പോയിട്ടുണ്ട്. എത്രയാണ് കാഷ്വാലിറ്റി എത്രയാണെന്നുള്ള കാര്യം ഇതുവരെ അധികൃതർ തിട്ടപ്പെടുത്തിയിട്ടില്ല. ജനങ്ങൾ പറയുന്നത് കുറേ വാഹനങ്ങൾ പോയിട്ടുണ്ട്, കുറേ ആൾക്കാർ മരണപ്പെട്ടുണ്ടാകാം എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇപ്പോൾ റോഡ് ഏകദേശം 2 മണിക്കൂറോളായി റോഡ് ബ്ലോക്കായി കിടക്കുകയാണ്. എപ്പോഴാണ് ഇവിടുന്ന് റിലീസാകാൻ പറ്റും എന്നുള്ള കാര്യം വ്യക്തതയില്ല. കോട്ടയം, എറണാകുളം സ്വദേശികൾ ഉൾപ്പെടെ 36 സംഘമാണ് വിനോദസഞ്ചാരികളായി ഉണ്ടായത്. ഈ മാസം 23-ന് എറണാകുളത്തു നിന്നും ട്രാവൽ ഏജൻസി വഴിയാണ് സംഘം വിനോദയാത്ര പോയത്. ബുധനാഴ്ച രാവിലെ ട്രാവലർ കാഠ്മണ്ഡുവിൽ നിന്നും പോകുന്ന വഴിയിലായിരുന്നു പ്രളയമുണ്ടായത്. കുറച്ചുകൂടി മുന്നോട്ടു നീങ്ങിയിരുന്നുവെങ്കിൽ പ്രളയത്തിൽ തകർന്ന 2 ബ്രിഡ്ജുകൾക്കിടയിൽ സംഘം കുടുങ്ങിപ്പോകുമായിരുന്നുവെന്ന് പ്രദീപ് കുമാർ പറഞ്ഞു. ഭാഗ്യം കൊണ്ടാണ് എല്ലാവരും സുരക്ഷിതരായി രക്ഷപ്പെട്ടത്. കാഞ്ഞങ്ങാട് സ്വദേശിയായ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ പ്രദീപ് കുമാർ, പെരിയ പോളിടെക്നിക്കിലെ അധ്യാപകൻ രാജൻ, ചെറുവത്തൂർ വലിയ പൊയിലിലെ അധ്യാപകനും കവിയുമായ അനിൽ നീലാംബരി എന്നിവരും കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ളവരാണ്. കൂടാതെ കണ്ണൂരിലെ അധ്യാപകരും ബാങ്ക് ജീവനക്കാരും സംഘത്തിലുണ്ടായിരുന്നു. സംഘവുമായി നേരിട്ട് ഫോണിൽ സംസാരിക്കുകയും വിവരങ്ങൾ അന്വേഷിച്ചറിയുകയും ചെയ്തതായി രാജ്മോഹൻ ഉണ്ണിത്താൻ MP വ്യക്തമാക്കി. നിലവിൽ ഇവർക്ക് മറ്റു ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇവരുമായി ഇതിനോടകം ബന്ധപ്പെട്ടിട്ടുണ്ട്. സംഘത്തിനാവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും തുടർസഹായങ്ങളും സർക്കാർ തലത്തിൽ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ചീഫ് സെക്രട്ടറിയായ മുഖ്യമന്ത്രി പ്രത്യേകം ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും MP അറിയിച്ചു. നേപ്പാളിലെ സാഹചര്യങ്ങൾ സംസ്ഥാന സർക്കാർ നിരീക്ഷിക്കുകയാണെന്ന് മുഖ്യമന്ത്രി VD സതീശന്റെ ഓഫീസിൽ നിന്ന് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.